നമ്മൾ കുട്ടിയായിരിക്കുമ്പം തൊട്ട് ഒരുപാട് കാര്യങ്ങളിൽ സോഷ്യൽ കണ്ടീഷനിങ് നടന്ന് അങ്ങനെ വളർന്നു വന്ന ആളുകൾ തന്നെയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി ചെറുതായിരിക്കുമ്പം തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ആളുകൾ എന്ത് വിചാരിക്കും, മോനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ തലമുറയിലുള്ള പലരും പറയാറുമുണ്ട്. ഇങ്ങനെ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥ ഇമോഷൻസിനെ പലതും ഉള്ളിൽ തന്നെ അടിച്ചമർത്തി ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. അവരെന്തു പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരോട് എന്തു പറയണം, ഇത്തരമൊരു എന്താ പറയുക ചുറ്റുപാടിൽ വളരുന്ന ഒരു വ്യക്തി സ്വന്തം ജീവിതം, അതായത് പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, സ്വന്തം ഇഷ്ടത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോഴും വണ്ടി വാങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ വീട് വെച്ചു, മറ്റുള്ളവരെന്ത് പറയും, ഇങ്ങനെ ചെയ്തു മറ്റുള്ളവരെന്ത് പറയും, ഈ ഒരു എന്താ പറയുക ചോദ്യത്തിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി ചെല്ലുകയുണ്ടായി. അപ്പോൾ ആങ്സൈറ്റി പലർക്കും പലതിനോടായിരിക്കും, പല രീതിയിലായിരിക്കും. അത് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഈ വ്യക്തിയോട് ഡോക്ടർ പറഞ്ഞത്, നിങ്ങൾ തൽക്കാലം ജോയിൻറ്റ് ഫാമിലി ആയിട്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാലം ജീവിച്ചു നോക്കൂ എന്നാണ്. പക്ഷേ ആളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒന്നും തന്നെ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. കാരണം സ്വന്തം ഫാമിലി നന്നാവുന്നതോട് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ ആളുകൾ എന്തു പറയും, ആളുകളോട് എന്തു പറയും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മളെ മോശമായിട്ട് കാണില്ലേ, നമ്മുടെ ഫാമിലി സെപ്പറേറ്റഡ് ആയെന്ന് തോന്നില്ലേ എന്നുള്ള മറ്റുള്ളവരുടെ ചിന്തയുടെ പുറത്ത് ആ വ്യക്തിയെ ആ ഡോക്ടർ പറഞ്ഞ രീതിയിലേക്ക് അതൊന്ന് ട്രൈ ചെയ്യാൻ പോലും ആ ഫാമിലി സപ്പോർട്ട് ചെയ്തില്ല. വളരെ മോശമായ അവരുടെ മെൻ്റൽ സ്റ്റേറ്റിലാണ് ഡോക്ടർ അങ്ങനെ ഒരു പ്രിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ളത് നോക്കിയിരുന്നാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ കഴിയില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നമ്മളെപ്പറ്റി കൃത്യമായ ഒരു സംഗതി അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്താലും, സമൂഹത്തിന് നല്ലത് എന്ന് തോന്നുന്നത് ചെയ്താലും സമൂഹത്തിന് നല്ലത് അല്ല എന്ന് തോന്നുന്നത് ചെയ്താലും അവർക്ക് നമ്മളെപ്പറ്റി കൃത്യമായൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അത് മാറ്റാൻ നമ്മൾ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് മറ്റുള്ളവരെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോവണ്ട. നമ്മൾ നമ്മുടെ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക.